ശരി, നമ്മുടെ ചിതാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് വരുന്നത് കോട്ട ഫാബ്രിക്കിൽ ചിക്കൻ വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാട്ടോ. നല്ല ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. ശരിക്കും ഈ ഒരു കോട്ട ഐറ്റം എപ്പോഴും ഭയങ്കര ഹിറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് യോക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ഡിസൈൻ വ്യത്യാസത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അകത്തോട്ടും ബ്ലോക്ക് പ്രിന്റ്, ഹാൻഡ് ബ്ലോക്സ് ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ചിക്കൻ വർക്കിന്റെ പാറ്റേൺ എല്ലാം നല്ല രസമാണ് കാണാൻ. ചെറിയ ചെറിയ ഡിസൈൻ വ്യത്യാസങ്ങൾ കളേഴ്സിനുണ്ട് കേട്ടോ, ചെറിയതായിട്ട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നതാണെങ്കിലും കോട്ട ഫാബ്രിക്, നല്ല ലെങ്ത് ഉള്ള മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ കോട്ടയുടെ ഐറ്റം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന്റെ പല റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് മുക്കിയൊക്കെ ഉപയോഗിച്ചാലും കാണാൻ ഭംഗിയാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് ഗ്രീൻ കളർ, അത് കോട്ടൺ സിൽക്ക് ആട്ടോ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു ലാവണ്ടറിന്റെ കോമ്പിനേഷനാണ്. നല്ല രസമായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്പർ M815, റേറ്റ് 1650 1650. നെക്സ്റ്റ് വരുന്നത് ഇതും നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതൊരു ഗ്രീൻ്റെയും ഒരു ലൈറ്റ് ബ്രൗൺ കൂട്ടിയിട്ടുള്ള ഷെയ്ഡുമാണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ മാത്രം കേട്ടോ, ബാക്ക് സൈഡിലും ചിക്കൻ വർക്കിന്റെ ഡിസൈൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര റീസണബിൾ ആണ്. കാരണം ചിക്കൻ വർക്കിന്റെ പാറ്റേൺ, ആ വർക്കിന്റെ ഫിനിഷിങ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ് ഇത്. ശരിക്കും കൂടിയത് ഒരു 3000 മേളിലൊക്കെ റേഞ്ച് വരുന്ന ഐറ്റംസും ഉണ്ട്. ഏകദേശം അതേ ലുക്ക് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റേറ്റ് ഇതിനെ പറയാൻ പറ്റില്ല, കാരണം ബാക്ക് സൈഡും ഒക്കെ അത് വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കിലും സെയിം തന്നെ രീതിയിലാട്ടോ. ഇതുപോലെയാണ് ബാക്ക് പോയിരിക്കുന്നത്. യോക്ക് പോർഷൻ ഇല്ല, ബാക്കിൽ മൊത്തത്തിൽ ചിക്കൻ വർക്കിന്റെ ഡിസൈനും ബ്ലോക്ക് പ്രിന്റുമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്കിൽ മെറൂൺ ഷെയ്ഡ്, നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ കാണാനായിട്ട്. ഇതിന്റെ നമ്പർ M817, റേറ്റ് വരുന്ന 1650. അടുത്ത കോമ്പിനേഷൻ ആണെങ്കിലും ലൈറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡ് കോമ്പിനേഷൻ, ബ്ലാക്ക് ആണ്. യോക്കിൽ വരുമ്പോഴത്തേനും അതങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് എടുത്തു നിർത്തിയിട്ടില്ല. നമുക്ക് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള രീതി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബോർഡർ, ദുപ്പട്ടയുടെ ബോർഡറിലാണ് മെയിൻ ബോട്ടത്തിന്റെ ഒരു കളർ വരുന്നത്. മുമ്പത്തേനും അങ്ങനെ തന്നെയാണ് കേട്ടോ, മെറൂൺ ആണ് അതിന്റെ ബോർഡർ പോർഷൻ. അപ്പോൾ നമുക്ക് ബോട്ടം മെറൂൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിന് വരുന്നത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. യോക്കിലോട്ട് വരുമ്പോൾ അത് അത്ര ബ്ലാക്ക് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യത്തുമില്ല, നല്ല രസമായിട്ട് തന്നെ കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഈ ഒരു പർപ്പിൾ, ലൈറ്റ് ഒരു പർപ്പിളിന്റെ ഷെയ്ഡാണ്, ബ്ലാക്ക് കളറാണ് ബോട്ടം വരുന്നത്. മൊത്തത്തിൽ നല്ല രസമുള്ള ഐറ്റം ആട്ടോ. നമുക്ക് ആ ഒരു കൂടിയത് ഉപയോഗിക്കുന്നവർക്കറിയാം അതേ ലുക്ക് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയും റേറ്റ് ഒന്നും വരുന്നില്ല. 1600 എന്നാണെങ്കിലും അത്രയും വേർത്തായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ദുപ്പട്ടയും കാണാൻ അതുപോലെ അടിപൊളിയാട്ടോ. നമ്മുടെ പ്രിന്റിന് ചെറിയ ചെറിയ വേരിയേഷൻ ചിലതിന് വരുന്നുണ്ട്. പിന്നെ നമ്പർ M814, റേറ്റ് 1650. കൂടിയിൽ വരുന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെയാട്ടോ ഇതിലും കൊടുത്തേക്കുന്നത്. എനിക്കൊന്ന് കൂടിയതിൻ്റെ അകത്ത് ഇത്രയും ചിക്കൻ വർക്ക് ഇല്ല. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ ആട്ടോ ഈ ഒരു ഐറ്റം. ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഫാബ്രിക്. നമുക്കിത് സ്റ്റാർച്ച് മുക്കി ഉപയോഗിച്ചാലും കാണാൻ നല്ല രസമായിരിക്കും. ബ്ലൂവിൻ്റെ നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു കോട്ടൺ സിൽക്കിൽ ബ്ലൂ കളർ. രണ്ട് കളർ ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നല്ല കേട്ടോ. ഈ ഒരു യോക്ക് പോർഷനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ബോർഡർ, ദുപ്പട്ടയുടെ ബോർഡർ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് M818, റേറ്റ് 1650 മാത്രമേ 1650.